മഴക്കാലം അടുക്കുകയാണ്. കാലവർഷം ആൻഡമാനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്തിപ്പോൾ മഴ മുന്നറിയിപ്പുകൾ കൂടി നിലനിൽക്കുന്നുണ്ട്. ഇന്ന് 7-ഉം നാളെ 4 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. മഴക്കാലം അടുത്തതോടെ കോഴിക്കോട് കുന്നിയോറമല നിവാസികൾ ആശങ്കയിലാണ്. ദേശീയപാതയ്ക്കായി കുന്നു തുരന്നതോടെ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് പ്രദേശവാസികൾ. മണ്ണിടിച്ചിൽ ഭീഷണി തടയാൻ സോയിൽ നൈലിംഗ് പ്രവൃത്തി ആരംഭിച്ചെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് അത് നിർത്തിവെച്ച സാഹചര്യമാണ് ഇപ്പോൾ. കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണിടിഞ്ഞ് വലിയ പ്രതിസന്ധിയിലായിരുന്നു ഇവിടത്തുകാർ. ആളുകളെ പ്രദേശത്ത് നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ഒരു മഴക്കാലം കൂടി അടുത്തിരിക്കെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണ് പ്രദേശവാസികൾ. കോഴിക്കോട് കൊയിലാണ്ടിക്ക് സമീപം കൊല്ലത്താണ് കുന്നിയോറമല സ്ഥിതി ചെയ്യുന്നത്. ദേശീയപാതയുടെ വീതി കൂട്ടാനായി കുന്നിയോറമല ഇടിച്ച് റോഡ് പണിതു. ഇത് കുറേയധികം ആളുകളുടെ ജീവനും സ്വത്തിനും ആശങ്കയായി മാറി. അധികൃതരുമായി പലതവണ ചർച്ച നടത്തിയെങ്കിലും അനുകൂലമായതൊന്നും സംഭവിച്ചില്ല എന്ന് നാട്ടുകാർ പറയുന്നു. ഏതു നിമിഷവും നിലം പൊത്താമെന്ന നിലയിൽ മീറ്ററുകൾ ഉയരത്തിലാണ് കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണിടിഞ്ഞത് വൻ ആശങ്കയായിരുന്നു. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തതാണ്. വീണ്ടും മഴക്കാലം പടിവാതിക്കൽ എത്തി നിൽക്കെ മണ്ണിടിഞ്ഞ ഭാഗങ്ങളിൽ കോൺക്രീറ്റ് മിശ്രിതമൊഴിച്ച് ബലപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് പുരോഗമിച്ചിരുന്നത്. എന്നാൽ പ്രവൃത്തി നടത്തിയ ഭാഗങ്ങളിൽ വീടുകൾക്ക് വിള്ളലും കിണറിലെ വെള്ളം ഉപയോഗശൂന്യവുമായി. മലയുടെ അടിഭാഗത്തെ മണ്ണിന് ഉറപ്പില്ലാത്തതിനാൽ സോയിൽ നൈലിംഗ് പ്രായോഗികമല്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നമ്മളിവിടെ താമസിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആർക്കെങ്കിലും ഒരു ആപത്തോ പെട്ടെന്ന് ഒരു വയസ്സായ ആൾക്കാരുണ്ട്, കുട്ടികളുണ്ട്. ഇപ്പൊ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുമ്പോൾ ഒരു വഴി എന്ന് പറയുന്നത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വണ്ടി പോലും കയറാത്ത ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പോരാട്ടം തുടരുന്നത്. നമുക്ക് 2-3 വർഷത്തിലേറെ ആയിട്ട് വഴി തരും, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും തരും, ഭീഷണിയുള്ള വീടുകളെ മാറ്റും എന്നൊക്കെ പറയും. വെറും വാക്കുകൾ കൊണ്ട് മാത്രമല്ലാണ്ട് നമുക്ക് ഇതുവരെ ഒരു പ്രാക്ടിക്കലായിട്ടൊന്നും ചെയ്തില്ല. അപ്പൊ ഞങ്ങളുടെ കൗൺസിലർ ഇതിനെപ്പറ്റി NHAനുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു 70% പണി കഴിഞ്ഞാ. ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ 70% പണി കഴിഞ്ഞെന്ന് പറയാൻ എന്ത് പണിയാണ് ഇവിടെ കഴിഞ്ഞത്? കുറെ കമ്പി അടിച്ച് കുത്തി കയറ്റിയിട്ടുണ്ട്. ഈ കുത്തി കയറ്റിയ സ്ഥലത്തോടു കൂടി വെള്ളം വരുന്നോണ്ടിരിക്കുന്നത്. അപ്പൊ അത്രത്തോളം ഭൂമിയെ നശിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ജീവനും കൂടെ ഇവിടെ ഭീഷണിയായിട്ട് നിന്നുകൊണ്ടിരിക്കുക. പ്രതിഷേധത്തെ തുടർന്ന് അപകട ഭീഷണി നേരിടുന്ന വീടുകളും സ്ഥലവും ദേശീയപാതയ്ക്കായി ഏറ്റെടുക്കാമെന്ന് തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ഭൂമി ഏറ്റെടുക്കില്ലെന്നും സോയിൽ ലൈനിംഗ് ചെയ്ത് മുന്നോട്ടു പോകുമെന്നുമാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചത്. ഇതോടെ വീണ്ടും സമരം ആരംഭിച്ചു. അപകടാവസ്ഥയിലുള്ള വീടുകൾ ഏറ്റെടുക്കുക, ഗതാഗത സൗകര്യം പുനഃസ്ഥാപിക്കുക, കോൺക്രീറ്റ് വാൾ നിർമ്മിച്ച് സുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് ജനങ്ങളുടെ പ്രധാന ആവശ്യങ്ങൾ. ഒപ്പം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും ആവശ്യമുണ്ട്. മഴക്കാലം ഇത്തവണ നേരത്തെ എത്തുമെന്നാണ് മുന്നറിയിപ്പ്. എന്നിട്ടും അധികൃതർക്ക് കുലുക്കമില്ല. മുൻ അനുഭവങ്ങൾ മുൻനിർത്തിയെങ്കിലും ആളുകളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാർ ഒരേ സ്വരത്തിൽ പറയുന്നത്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ.